Two lamps and a socket outlet each controlled independently. അതായത് നമ്മൾ രണ്ട് ലാമ്പുകൾ ഒരു സോക്കറ്റ് എന്നിവ മൂന്ന് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ചെയ്ത അതുപോലത്തെ ഒരു വയറിങ്. അപ്പോൾ ഇവിടെ നമുക്ക് ലേ ഔട്ടും സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. ലേ ഔട്ടും സർക്യൂട്ട് ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ലാമ്പുകൾ വേണം, രണ്ട് ലാമ്പ് ഹോൾഡറുകൾ വേണം. ലാമ്പ് ഹോൾഡറുകൾ ഫിക്സ് ചെയ്യാൻ വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് റൗണ്ട് ബ്ലോക്ക് വേണം. പിന്നെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു 4-വേ ജംഗ്ഷൻ ബോക്സ് വേണം. അതുപോലെ തന്നെ ഇവിടെ ഒരു 3-വേ ജംഗ്ഷൻ ഉള്ളത്, അപ്പോൾ 3-വേ ജംഗ്ഷൻ ബോക്സ് വേണം. പിന്നെ ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ രണ്ട് സ്വിച്ച്, ഇവിടെ ഒരു പ്ലഗ്, ഒരു സോക്കറ്റ്. അപ്പോൾ ഇവിടെ ഗ്യാങ് ബോക്സ് വേണം. ഇവിടെ ഇത്രയും സാധനങ്ങൾ കൊള്ളാൻ, ഇത്രയും മെറ്റീരിയൽസ് കൊള്ളാൻ കഴിയുന്ന ഒരു ഗ്യാങ് ബോക്സ് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൺഡ്യൂട്ട് നമ്മൾ ഓരോ ലിമ്പും 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിനനുസരിച്ച് എത്ര വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട കോപ്പർ വയറാണ്. കോപ്പർ വയർ നമ്മൾ നോക്കുക, എത്ര ഒരു ലിമ്പിലൂടെ എത്ര വയറുകൾ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ലേഔട്ട് നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കറക്റ്റ് എസ്റ്റിമേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് വർക്ക് ബോർഡിൽ അത് ഫിക്സ് ചെയ്യുക, വയറിങ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് ഇനി വർക്ക് ബോർഡിലേക്ക് പോകാം. ഇനി നമുക്ക് എന്തൊക്കെ ടൂൾസാണ് നമുക്ക് വേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കുള്ളത് ഹാമർ, അടുത്തത് പോക്കർ അല്ലെങ്കിൽ കുത്തുളി, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ, സ്ട്രിപ്പർ, ഇനി ആവശ്യമെങ്കിൽ നോസ് പ്ലെയറുണ്ട്, കോമ്പിനേഷൻ പ്ലെയറുണ്ട്. നമ്മുടെ വർക്കിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, രണ്ട് ലാമ്പ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ലാമ്പ് ഹോൾഡർ രണ്ടെണ്ണം, അതുപോലെ തന്നെ ലാമ്പ് ഹോൾഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടി റൗണ്ട് ബ്ലോക്ക്, പിന്നെ അതുപോലെ 3 സ്വിച്ചുകൾ, ഒരു സോക്കറ്റ്, പിന്നെ അതുപോലെ ഗ്യാങ് ബോക്സും. പിന്നെ ഇനി അടുത്തത് രണ്ട് ജംഗ്ഷൻ ബോക്സാണ്. അതിൽ ഒന്ന് 3-വേയും ഒന്ന് 4-വേയും ആണ്. പിന്നെ ആവശ്യത്തിനുള്ള കോൺഡ്യൂട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഫിക്സ് ചെയ്യാൻ വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാമ്പുകളും സ്ക്രൂകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ വർക്കിന് ആവശ്യമായ മെറ്റീരിയൽസ്. ഇനി നമുക്ക് ലേ ഔട്ടിലുള്ള ആ രൂപത്തിലേക്ക് നമ്മളെ കോൺഡ്യൂട്ടിനെയും ജംഗ്ഷൻ ബോക്സിനെയൊക്കെ വെച്ചിട്ട് നമ്മുടെ വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു 4-വേ ജംഗ്ഷൻ ബോക്സ് എടുക്കുക, എന്നിട്ട് കോൺഡ്യൂട്ട് അതിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. പെന്ന് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ പോക്കറും ഹാമറും യൂസ് ചെയ്തിട്ട് 2 ഹോൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ലാമ്പ് സ്ക്രൂ ചെയ്യണം. അങ്ങനെ എല്ലാ കോൺഡ്യൂട്ടും നമ്മൾ ക്ലാമ്പ് സ്ക്രൂ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ലേ ഔട്ടിലുള്ള അതുപോലെ മെഷർമെൻറ്റിലും രൂപത്തിലും നമ്മുടെ കോൺഡ്യൂട്ട്, ജംഗ്ഷൻ ബോക്സ് എന്നിവയൊക്കെ ക്ലാമ്പും സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ വയറിംഗ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ വയറെടുക്കുക, എന്നിട്ട് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ചെയ്തു പോവുക. ഓരോ ഭാഗം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ അതുപോലെ നമ്മൾ വയറിങ് ചെയ്യണം. വയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലെടുക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്, ഫിക്സ് ചെയ്യണം, കണക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് കൂടുതലെടുക്കണം, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇനി അതുപോലെ നമുക്ക് ഈ വയറിങ് ചെയ്തതിന് ശേഷം റൗണ്ട് ബ്ലോക്കുകളും ഗ്യാങ് ബോക്സും നമ്മളെ ഈ ഒരു വർക്ക് ബോർഡിൽ ഫിക്സ് ചെയ്യണം. നമ്മുടെ കണക്ഷൻ ഡയഗ്രം പ്രകാരം വയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്വിച്ചുകൾ അതുപോലെ തന്നെ
ബൾബ് ഹോൾഡർ, അതായത് ലാമ്പ് ഹോൾഡർ ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ഷൻ ഡയഗ്രത്തിൽ അതുപോലെ നമ്മൾ സ്വിച്ചുകളിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വിച്ചുകളും ലാമ്പ് ഹോൾഡറുകളും ഒക്കെ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാമ്പുകൾ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ്. ഫസ്റ്റ് ന്യൂട്രൽ കൊടുക്കുക. ബ്രേക്കർ ഓൺ ചെയ്തു. ഇത് നമ്മൾ ഓരോ സ്വിച്ചുകൾ ഓൺ ചെയ്ത് നോക്കാം. ഇത് L1നുള്ള S1 ആണ്. ഫസ്റ്റ് ലാമ്പിനുള്ള S1 സ്വിച്ചാണ്. ഓക്കെയാണ്. ഇനി അടുത്തത് ഈ സ്വിച്ച് L2ൻ്റെ സ്വിച്ചാണ്. അത് ഓക്കെയാണ്. ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോക്കറ്റ് ഉണ്ട്, ആ സോക്കറ്റിനുള്ളതാണ്. അപ്പോൾ സോക്കറ്റ് നമ്മൾ ഓൺ ചെയ്തു. S1 S3 നമ്മൾ ഓൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 2 ലാമ്പ് കൺട്രോൾ ബൈ 2 സ്വിച്ച്, അതുപോലെ തന്നെ വിത്ത് 1 സോക്കറ്റ്. ഇനി നമുക്ക് സപ്ലൈ ഓഫ് ചെയ്യാം. ബ്രേക്കർ ഓഫ് ചെയ്തു, കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം.